5, 4, 3, 2, 1. Hi, hello everyone. Welcome back to the Mallu Show, the number one self-improvement podcast in Malayalam. ഇന്നത്തെ ആക്ച്വലി ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് നിങ്ങളോട് വന്നിട്ടുള്ളത്. ഇന്നത്തേത് ആക്ച്വലി വുമൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ്. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയുണ്ട്. ഇന്നത്തെ ഗസ്റ്റിന് ആക്ച്വലി കുറേ ഇൻട്രഡക്ഷൻ ഒന്നും ആവശ്യമില്ല. പക്ഷെ കാരണം എന്ന് വെച്ചാൽ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറേ പറയാനുണ്ട്. പക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. Basically known as Zannist, and she's Sana Khader, based in Dubai. She's a TEDx speaker, and adinekku mele, she's a very incredible human being, a super amazing woman empowerment activist എന്നൊക്കെ വേണമെങ്കിൽ പറയാം. Also, one thing that really fascinated me is that കത്തെഴുതിയിട്ട് കുറേ ആൾക്കാരായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഷീസ് an amazing person. And again, fourth year പഠിക്കുന്ന സമയത്ത്, I think if I'm not wrong, she gave a TED talk as well. Right. So it was the next talk, yes. Yeah. So here it is. Sana Khader, welcome to the show. Hi, Rizwan. How are you? I'm doing great. Thank you so much. And thank you so much for being here. Like, എനിക്ക് ആക്ച്വലി ഒരു സ്റ്റോറി പറയാനുണ്ട്. കാരണം വെച്ചാൽ ആക്ച്വലി ഇതിപ്പം ഓൾമോസ്റ്റ് വർഷമാവാനായി. ഓക്കെ. സോ ഫസ്റ്റ് ഞാൻ തുടങ്ങിയ സമയത്ത് ഞാനൊരു ഫസ്റ്റ് ഇന്റർവ്യൂ എപ്പിസോഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയപ്പോൾ we were speaking, like തലശ്ശേരിയിലായിരുന്നു. Okay, we were speaking, okay, like ഇന്നതൊക്കെയുണ്ട്, and I was saying, okay, like he's Zannist, because I've heard a lot about you and I've been following you since like long time, and I was saying, okay, like Zannist, like സനത്താൻ ഇങ്ങനെ എപ്പിസോഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. And after 1 year, exactly almost after 1 year, here you are, and it's like ആ ഒരു മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം finally somehow it happened, and that too on a special day, that is a Women's Day. That's great. I'm really happy to be a part of it. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പത്തെ എപ്പിസോഡൊക്കെ. അപ്പം I'm okay. എനിക്ക് ഇങ്ങനത്തെ ഒരു സംസാരിച്ച് ചെയ്യുന്നത് I really love. അപ്പോ മുമ്പത്തെ എപ്പിസോഡ് കണ്ടപ്പോഴും I really like the way you presented. പിന്നെ കൊണ്ടുവരുന്ന ഗസ്റ്റ് ആകുമ്പോൾ അതും അടിപൊളിയാണ്. എനിക്ക് അറിയുന്ന ആൾക്കാരാകുമ്പോൾ കൂടുതൽ സ്പെഷ്യൽ ആണ്. അപ്പൊ ഞാൻ മുമ്പുള്ള 2 എപ്പിസോഡും കണ്ടിട്ടുണ്ട്. അപ്പോ ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡ് അടിപൊളിയാവട്ടെ എന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഓക്കെ. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗസ്റ്റ് ആക്ച്വലി ഡസൻ നീഡ് എൻ ഇൻട്രൊഡക്ഷൻ, ബട്ട് സ്റ്റിൽ അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും, റൈറ്റ്? സോ ഫോർ ഓൾ ഓഫ് ദോസ് പീപ്പിൾ, who is Sana and what do you do, what have you been doing and all of that? Can you just give a small intro about it? Yeah, sure. അപ്പോ ഹായ്, മൈ നെയിം ഇസ് സന ഖാദിർ, ആൻഡ് ഞാൻ നാട്ടില് മുക്കാളി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, മാഹിക്കടുത്ത്. ആൻഡ് ഇപ്പൊ ഞാനുള്ളത് ദുബായിലാണ്. ആഫ്റ്റർ മാരേജ് ഇങ്ങോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്തു. ഞാൻ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, ലൈക്ക് മെനി പീപ്പിൾ. ഇപ്പൊ ഇവിടെ ഒരു സ്മോൾ ബിസിനസ് ഒക്കെ ഉണ്ട് ദുബായില്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ബിറ്റ് ഓഫ് ബ്ലോഗിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ ആൻഡ് ഓൾ ദാറ്റ്. യാ, ആൻഡ് ഐ എം ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് റിസ്പോൺസ് this beautiful show. Well, let's get started. Yeah, that's awesome. So, straight away, ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, you have ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. As I said, maybe like accomplishments wise എടുക്കുകയാണെങ്കിൽ there are so many things that you have done, right? And especially നമ്മളൊരു വുമൻസ് ഡേന്റെ ഒരു ബാനർ എടുക്കുകയാണെങ്കിൽ, when you just look back, like ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, how do you basically feel on, like after sitting right now in that room, how on what, how, like കാര്യങ്ങൾ ചെയ്തതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ how do you basically feel about it? I feel great. പറയാൻ കാരണം വെച്ചാൽ ഞാനിപ്പോ മൂഡ് ഓഫ് ആവുന്ന സമയത്തോ ലോ ആവുന്ന സമയത്തോ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ ചെയ്ത് പോയ കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച കാര്യങ്ങളും ഞാൻ നേടിയെടുത്ത കാര്യങ്ങളും ആയിരിക്കും. എല്ലാ മനുഷ്യന്മാർക്കും ഓഫ് ആയിട്ടുള്ള സമയമുണ്ട്, ഓണാവുന്ന സമയം. എല്ലാ സമയത്തും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോ ഞാന് മൂഡ് ഓഫ് ആവുന്ന സമയത്തും അല്ലെങ്കിൽ പറ്റ ലോ ആയിട്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും ആ ഒരു ഫേസ് ഉണ്ടാവും, റൈറ്റ്? ആ ടൈമിലൊക്കെ ഞാന് സന്തോഷം കണ്ടെത്തുന്നത് ഇസ് ത്രൂ ദിസ്. ഞാനൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടില്ലേ, ഞാൻ അതൊക്കെ നേടിയിട്ടുണ്ടല്ലോ, ആ ഏജിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോ എല്ലാം നോക്കുമ്പോഴും ഇറ്റ് മേക്സ് മീ പ്രൗഡ്, ഇറ്റ് മേക്സ് മീ ഹാപ്പി, ആൻഡ് ദാറ്റ്സ് വാട്ട് ദാറ്റ് കീപ്സ് മീ മൂവിങ്. അപ്പോ ഐ എം ഹാപ്പി അബൌട്ട് എവറിത്തിങ് ദാറ്റ് ഹാസ് ഹാപ്പൻ ടു മീ ആൻഡ് ദാറ്റ് ഈസ് യെറ്റ് ടു ഹാപ്പൻ. ഇങ്ങനെ പോവാണ്, ഒരു ചെയിൻ പോലെ പോവാണ്. തീർച്ചയായിട്ടും. ഐ തിങ്ക് ദർ ആർ സോ മെനി, ലൈക്ക് അഗെയിൻ ഐ തിങ്ക് ഇപ്പോഴുള്ളൊരു ഫേസ് എന്നുള്ളത് യു ആർ ജസ്റ്റ് മേബി ഐ തിങ്ക് യു ആർ ജസ്റ്റ് ബേസിക്കലി സ്റ്റാർട്ടിങ് അപ്പ്, റൈറ്റ്? ഐ തിങ്ക് സോ, ബിക്കോസ് അഗെയിൻ യു ആർ എൻ ഓൺട്രപ്രനർ ആസ് വെൽ, ലൈക്ക് നിസാസ് ഒരു ഭാഗത്ത് റൺ ചെയ്യുന്നുണ്ട്, ആൻഡ് അഗെയിൻ യു ഡൂയിങ് സോ മെനി അതർ തിങ്സ് ആസ് വെൽ, റൈറ്റ്? ആൻഡ് ഓൾസോ കമ്മിങ് ടു വൺ പ്ലേസ് അഗെയിൻ, നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷൻ കൊണ്ട് ലൈഫ് ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പ്രീച്ച് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് അഗെയിൻ ഇഫ് യു തിങ്ക് അബൌട്ട്
ഞാൻ ഇന്ന് കൂടിയിട്ട് ഒരാളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ബേസിക്കലി യുനോ എൻ്റെ അറിവിൽ തന്നെ ദർ ആർ സോ മെനി കസിൻസ് ഓഫ് മൈൻ, അതേപോലെ തന്നെ കുറേ റിലേറ്റീവ്സ് ഉണ്ട് ഹൂ റിയലി എന്താ പറയുക, കുറേ സ്കിൽസും കുറേ ടാലൻ്റ് ഒക്കെയുള്ള ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ബട്ട് ദേ സിറ്റിംഗ് അറ്റ് ഹോം, റൈറ്റ്? ആൻഡ് they are passionate about so many things, but they want to do a lot of things. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കുഡ് ബി ദർ മാരേജ്, കുഡ് ബി ചിൽഡ്രൻ, പല കാര്യങ്ങൾ കാരണം they're not able to just come out of their comfort zone, or maybe discomfort zone, whatever that zone is, and do something on it. So as a person, like ഒരു പാഷനെ ഫോളോ ചെയ്യുക കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാൾ, and when you just compare the dreams of a woman and the life they're living in, എന്താണ് ബേസിക്കലി നമ്മൾ എസ്പെഷ്യലി അഗെയിൻ യു ഹാവ് ഡൺ ദി എക്സാക്ട് സെയിം തിങ്. ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ് ദ സെയിം തിങ്, റൈറ്റ്? ദ ക്വസ്റ്റ്യൻ, റൈറ്റ്? സോ നിങ്ങൾ ചെറുപ്പം തൊട്ടേ ക്രാഫ്റ്റ് ആയി കഴിഞ്ഞാലും ഈവൻ ഒരു ചെറിയൊരു സംഭവം എടുത്തിട്ട് ദാറ്റ് യു ഹാവ് മെയ്ഡ് എ ലോട്ട് ഔട്ട് ഓഫ് ഇറ്റ്, ലൈക്ക് ബിഗ് തിങ് ഔട്ട് ഓഫ് ഇറ്റ്, റൈറ്റ്? സോ why is it happening basically? എന്തൊക്കെയാണ് ബേസിക്കലി ഇതിനുള്ള പ്രോബ്ലം, or why is it not that everyone is not following their dreams and making a living out of it? എന്റെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ വൺ മേജർ ഫാക്ടർ എന്ന് പറയുന്നത് ഈ സപ്പോർട്ട്. അത് നമ്മൾ എപ്പോഴും വിചാരിക്കും നമുക്ക് സ്വന്തം എല്ലാം ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കൂടെ ജീവിക്കുന്ന ആളായാലും അല്ലെങ്കിൽ പാരന്റ്സിന്റെ കയ്യിൽ നിന്നും സപ്പോർട്ട് എന്നുള്ള കാര്യം ഒരു മേജർ ഫാക്ടർ തന്നെയാണ്. നമ്മളിപ്പം ഒറ്റയ്ക്ക് ഇറങ്ങി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെറിയൊരു എലമെന്റ് നമുക്ക് ഈ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അത് മാനസികമായിട്ട് നമ്മളെ ഡൗൺ ആക്കി കളയും, ചെയ്യാനുള്ള കോൺഫിഡൻസ് പോവും, പിന്നെ ആ മോട്ടിവേഷൻ ലാക്ക് ആവും. ഓക്കെ, ഞാൻ തന്നെ എല്ലാം നേടിയെടുത്തു, എനിക്ക് ഇവരൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ വേണ്ട ആൾക്കാരാണ്. അപ്പം സപ്പോർട്ട് എന്നുള്ളത് എന്റെ കേസിൽ നോക്കുമ്പോൾ ഐ ഹാഡ് ഇറ്റ് ഫ്രം ദ ബിഗിനിങ്. ഇപ്പം കല്യാണത്തിന്റെ മുന്നേ എന്റെ പാരന്റ്സ് ആയാലും എന്റെ സിബ്ലിംഗ് ആയാലും എപ്പോഴും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. നല്ലതും ചീത്തയും അവരോട് ഡിസൈഡ് ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് പോവാറ്. ഇപ്പൊ കല്യാണത്തിന് ശേഷം ആയാലും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ എനിക്ക് കിട്ടിയത്. അപ്പം അത് എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ കേസസ് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സ്റ്റിഗ്മ ഒക്കെ മാറി വന്നു. സ്റ്റിൽ എനിക്ക് എന്റെ അറിവിൽ തന്നെ ഒരുപാട് പേര് കുറെ കാര്യങ്ങൾ ചെയ്യണം, ബട്ട് സ്റ്റിൽ ആ ഒരു പോയിന്റിൽ പോലും അവർ എത്തുന്നില്ല. ബിഗിനിങ് ഫേസിലുള്ള പോയിന്റിൽ പോലും എത്തുന്നില്ല. ഇറ്റ്സ് ബിക്കോസ് സപ്പോർട്ട് ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഫൈനാൻഷ്യലി ഇപ്പൊ ഒരു കാര്യം തുടങ്ങണമെങ്കിൽ പോലും ഇന്നലെ എനിക്ക് വന്നൊരു മെസ്സേജ് ആയിരുന്നു അത്. ഓക്കെ, ഒരു പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, ഞാൻ പഠിച്ച കോളേജ്, ഞാൻ കുറ്റിപ്പുറ പഠിച്ചു, അപ്പൊ അതിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് പരപ്പനങ്ങാടി. അവിടുന്ന് ഒരു കുട്ടി മെസ്സേജ് അയച്ചതാ. ഇന്നലെ ഞാൻ ഇരുന്ന് വായിച്ചത് രാത്രി കിടക്കുന്നതിന്റെ മുന്നേ. നിങ്ങളെ പോലെ എനിക്ക് ആവണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് മെസ്സേജ് വരുമ്പോൾ ഞാൻ ചിന്തിക്കും, അന്നേരമാണ് എനിക്ക് ചിലപ്പോൾ ഞാൻ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരുമ്പോൾ ഞാൻ വരിക്കും, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ആ മെസ്സേജിൽ പറയുന്ന കാര്യം, എനിക്ക് കല്യാണം കഴിയുന്നത് വരെ എന്റെ ഉപ്പ എന്നെ നോക്കി, കല്യാണം കഴിഞ്ഞപ്പോൾ എന്റെ ഭർത്താവ് എന്നെ നോക്കി. ഞാന് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോ കുറച്ച് സാധനങ്ങൾ എനിക്ക് എക്സ്ട്രാ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അതിന് പോലും എനിക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പുറമെ മാസത്തില് പീരിയഡ്സ് ആവുന്ന ടൈമിന് എക്സ്ട്രാ ഒരു പാഡ് വാങ്ങിക്കണമെങ്കിൽ പോലും ഐ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ മൈ ഹസ്ബൻഡ്. ആ ഒരു ഫേസ് വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആയാലും അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് എന്ത് വേണ്ടി ചെയ്തിരുന്ന കാര്യം ചില ഫേസില് ഈ വക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ അവരുടെ അടുത്ത് പോയി ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ. പല ടൈമിനും ഇങ്ങനത്തെ മെസ്സേജസ് വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണത്. ഇറ്റ്സ് ബിക്കോസ് ഫൈനാൻഷ്യൽ വാട്ട് ഐ മീൻ ഇസ് ഫൈനാൻഷ്യൽ എന്നുള്ള ആ ഒരു പോയിന്റ് ഇൻഡിപെൻഡന്റ് ആവുന്നില്ല. ഇറ്റ്സ് ബിക്കോസ് നമ്മൾ അതിനായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. നമുക്ക് അതായത് പല റീസൺസ് കാരണം പല രീതിയിലുള്ള ആൾക്കാർ ജോലിക്ക് പോകാണ്ടിരിക്കുന്നുണ്ട്. യു നോ ദാറ്റ്. ഇറ്റ്സ് ബിക്കോസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് കിട്ടുന്നില്ല, ശരി തന്നെ. രണ്ടാമത് കല്യാണം കഴിച്ച് എന്താ പറയാ കുട്ടികളായി പോകുന്നു പെട്ടെന്ന് തന്നെ. യുനോ ദ സർക്കംസ്റ്റാൻസസ് പെട്ടെന്ന് മാറി വരുന്നത്. അപ്പം ഇറ്റ്സ് ഓൾ നമുക്ക് വേണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ചെയ്യണം, ചെയ്യാനുള്ള കാര്യങ്ങൾ മുതിരണം. ആരാണോ ഇപ്പൊ എന്റെ കേസിൽ പണ്ട് ഞാൻ ബുദ്ധിമുട്ടിയ കാര്യം എന്ന് പറയുമ്പോൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഉമ്മ സമ്മതിക്കില്ല, പഠിപ്പ് മുടങ്ങിപ്പോകുന്നുള്ളത് അതൊരു ഫാക്ടർ ആയിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ പക്ഷെ ഞാൻ അതിന് കാണിച്ചു കൊടുത്തു, എനിക്ക് പഠിപ്പും കൊണ്ടുപോകാൻ പറ്റും, ഇതും കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഐ ഹാഡ് ദാറ്റ് ബാലൻസ് വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റി. മാരേജിന് ശേഷം എനിക്ക് ഇപ്പൊ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഒരു പെണ്ണിന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവണം എന്ന് വിചാരിച്ചു. അപ്പൊ ഐ ക്യാൻ ഷോ മൈ ഹസ്ബൻഡ്, എനിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു ബാലൻസ് കൊണ്ടുപോകും. എവറിബഡി വിൽ സപ്പോർട്ട് യു ആൻഡ് വി ക്യാൻ ഷോ ദം നമുക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ പല കേസിലും പല ഫാമിലിയിലും ഇതൊന്നും ഈ ഒരു കോൺവെർസേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. എല്ലാ കേസിലും എന്താ സംഭവിക്കുന്ന, ഓ നോക്കിക്കോളും, അല്ലെങ്കിൽ ഇവിടെ ബ്രദർ ഉണ്ട് അല്ലെങ്കിൽ ഉപ്പുണ്ട്,
അല്ലെ എന്റെ കെട്ടിയ ആൾ നോക്കിക്കോളും. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ വോയിസ് എടുക്കാൻ പറ്റുന്നില്ല. ഓരോ നോക്കിക്കോളും, ഓക്കെ, നമ്മൾ ഓരെന്താണോ തരുന്നത് ആ ഒരു ഇതിൽ വേണ്ടി മാത്രം പോകുന്നു. എക്സ്ട്രാ ഒരു ഡ്രീമോ അല്ലെങ്കിൽ ഒരു ആംബിഷനോ ഗോളോ വരുമ്പോൾ തന്നെ അതിന് മുതിരാൻ പറ്റുന്നില്ല നമുക്ക്. ഇറ്റ്സ് ബിക്കോസ് ആ ഒരു ചർച്ച തന്നെ വരുന്നില്ല. മനസ്സിലായില്ലേ? ഓക്കെ. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇഫ് ഐ ആസ്ക്, നമ്മൾ ബേസിക്കലി ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കാത്തതുകൊണ്ടാണോ ബേസിക്കലി ആ ഒരു ഇഷ്യൂ വരുന്നത്? ബിക്കോസ് അഗൈൻ ഐ ഹാവ് സീൻ പീപ്പിൾ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇൻ ദ സെൻസ് അഗൈൻ ദേ ഹാവ് ഫേസ്ഡ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. ഓക്കെ, ഇൻ ദ യാ. സെൻസ് ചിലപ്പോൾ എനിക്ക് ഒരു എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലെന്ന് വെച്ചാൽ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. ലൈക്ക് ഇൻ ദ സെൻസ്, ഓക്കെ, എനിക്ക് കോണ്ടന്റ് റൈറ്റർ ആവണം. ഓക്കെ, ബട്ട് ദ തിങ് ഇസ് ലൈക്ക് ഐ മൈറ്റ് ബി ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് ഇയർ, ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ഇവൻ ആഫ്റ്റർ ദാറ്റ് ആൻഡ് ഓൾ ദാറ്റ്. റൈറ്റ്, എനിക്ക് പാരന്റ്സിന്റെ സപ്പോർട്ട് കാര്യങ്ങൾ എങ്ങനെ അറിയില്ല. എന്നാൽ ഐ തോട്ട്, ഓക്കെ, സോ ഇതൊക്കെയാണെങ്കിൽ ജസ്റ്റ് വീട്ടിലൊന്ന് പറഞ്ഞു നോക്ക്, ലൈക്ക് മേ ബി അതെ അതെ. വാട്ട് വിൽ ദേ സേ, റൈറ്റ്? ബട്ട് ഷീസ് ലൈക്ക്, ഓക്കെ, അത് എനിക്ക് പറ്റും തോന്നുന്നില്ല, ദാറ്റ് ദിസ് ആൻഡ് ഓൾ ദാറ്റ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഗെയിൻ ഒരു പെൺകുട്ടി, ഷീ ഇതിനു മുന്നേ ഒരു താല്പര്യം ഇല്ലാതെ വീട്ടുകാരുടെ താല്പര്യം കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ചേർത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് വാട്ട് ഹാപ്പൻഡ് വാസ് ലൈക്ക് ഇവൻച്വലി ലൈക്ക് ആകെ ഭയങ്കര മെന്റലി ഭയങ്കര ലൈക്ക് ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഇത് വീട്ടിൽ പറയാൻ പോലും ആളുടെ ലൈക്ക് എന്താ പറയുക, ആ ഒരു ഫ്രീഡം അവിടെ ബേസിക്കലി കൊടുക്കുന്നില്ല. ലൈക്ക് ദേ ഈവൻ ഡോണ്ട് തിങ്ക് ദാറ്റ്, ഇൻ ദ സെൻസ് ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നില്ല. ലൈക്ക് ഇൻ ദ സെൻസ് എനിക്ക് വീട്ടിൽ പോയി പറയാം, മേ ബി പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. മേ ബി യു തിങ്ക് ദാറ്റ് ഇസ് ഓൾസോ എ പ്രോബ്ലം? ഫിയർ എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. ഫിയർ എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ കോൺവെർസേഷൻ തുടങ്ങാനോ നമ്മൾ അതന്നെ അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്ത് കളയും. ഒരുപാട് കാര്യമായിട്ടാവും, ഒരുപാട് ലിമിറ്റ് വരെ നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഫിയർ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മുടക്കം വരുമോ, ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള കാരണത്തിൽ തന്നെ ഐ ഹാവ് സീൻ, എന്റെ അറിവിൽ തന്നെ എന്റെ കോളേജിൽ പഠിച്ച കുട്ടികൾ തന്നെ എന്റെ കയ്യിലുണ്ട് എക്സാമ്പിൾ ആയിട്ട്. പഠിക്കുന്ന ടൈമിൽ തന്നെ ഇത് ചെയ്യണം എന്ന് വിചാരിക്കും. ബട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ നേരെ കല്യാണത്തിലേക്ക് പോയി, ബേബി ആയി. ഒരിക്കലും അത് കുറ്റമല്ലേ, ഒരിക്കലും അതൊരു മോശം കാര്യമല്ല. ബട്ട് അവരെ ഓപ്ഷൻസിനും അവരെ ഗോൾസിനുള്ള ഇമ്പോർട്ടൻസ് പല സൈഡിൽ നിന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ വേറെ വഴി ചൂസ് ചെയ്യേണ്ട വന്നിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് എന്റെ കയ്യിലുണ്ട്. ബട്ട് അഗൈൻ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയണം, അതൊന്നും ഒരിക്കലും റോങ് അല്ല, ലൈഫിൽ വേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത്. ബട്ട് പ്രയോറിറ്റൈസ് ചെയ്യാൻ പലപ്പോഴും പലർക്കും പറ്റാറില്ല. because of a ലൈക്ക് lot of നമ്മള് reasons. ലൈക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ നമ്മൾ എടുക്കാറില്ല മോസ്റ്റ്ലി. ലൈക്ക് ഇൻ ദ സെൻസ്, Yeah. ലൈക്ക് ഞാൻ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് ഹാപ്പൻസ്, നമ്മളിപ്പം സനത്ത് പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് എന്നുള്ളത് ഭയങ്കര വലിയ ഫാക്ടറാണ്. ബട്ട് റൈറ്റ് നൗ ഞാനിപ്പോൾ കണ്ടുവരുന്നത് ലൈക്ക് എസ്പെഷ്യലി എൻ്റെ ഒരു ജനറേഷൻ്റെ മേലെ എടുത്തതിനകത്ത് തന്നെ, ലൈക്ക് ഐ എം ബേസിക്കലി 24 years old. ലെറ്റ്സ് സേ ഒരു 30s ഉള്ള ഒരാളാണെങ്കിൽ തന്നെ, അവരിപ്പം മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ തന്നെ, ഐ തിങ്ക് ദർ കുറേയൊക്കെ സപ്പോർട്ടീവ് ആണ് പല കാര്യങ്ങൾക്കും. ബട്ട് ദ തിങ് ഇസ് ലൈക്ക് അഗെയിൻ വെൻ ഇറ്റ് കംസ് ടു എ പേഴ്സൺ ഇറ്റ് മേ ബി അത് പറ്റൂല, അതൊരു ഇഷ്യൂ ആവും എന്നുള്ള കുറേ സെൽഫ് ഡൗട്ട് അഗെയിൻ ഇറ്റ് കംസ്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ ഇഷ്യൂ ദർ. മോസ്റ്റ് ഓഫ് ദ ടൈം വെൻ ഐ ഇന്ററാക്ട് വിത്ത് ദം ഇറ്റ്സ് ലൈക്ക്, ഓക്കെ, മേ ബി ഞാൻ ചെയ്യാം, ചിലപ്പോൾ ഒരു കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം. അതിങ്ങനെ ഡിലേ ആക്കി ഇങ്ങനെ പോവാണ്. ആക്കി വരുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ്. ചിലർക്ക് അങ്ങനെ തന്നെ ഇരിക്കണം എന്നായിരിക്കും, പഠിക്കാൻ. എന്റെ കോളേജിൽ തന്നെ നല്ലോണം ഭയങ്കര GPA ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ബട്ട് ദേ ചൂസ് ടു എന്താ പറയാ, ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അവർക്ക് ആഗ്രഹം. ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. എന്റെ കേസില് ഇറ്റ് വാസ് ഡിഫറെന്റ്. എന്തെങ്കിലുമൊക്കെ ആയി, ഓക്കെ, അങ്ങനെയാണ്. ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടത്തില് അത് മുന്നോട്ടേക്ക് പോകും. അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ബട്ട് റിസ്വാൻ പറഞ്ഞ പോലെ എവിടെയോ എത്താണ്ട് ഫാമിലി വൈസ് ആയിട്ടുള്ള സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടും, ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ചർച്ച ഇൻവോൾവ് ആവാത്തത് കൊണ്ടും എടുക്കാത്തത് കൊണ്ടും എവിടെ എത്തിപ്പെടാത്ത ഒരുപാട് പേര് എനിക്കറിയാം. ഐ നോ ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുവരണം, ചെയ്യണം, അതിനായിട്ട് ഒരുങ്ങണം. That's very true. കാരണം വെച്ചാൽ ബിക്കോസ് അഗെയിൻ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളിപ്പം സനത്ത് പറഞ്ഞ പോലെ തന്നെ മേ ബി ഒരു പാഡ് വാങ്ങിക്കാനെങ്കിൽ പോലും ഡിപ്പെൻഡൻസി വരുന്ന ഒരു ഇഷ്യൂ വരാറുണ്ട്. ആൻഡ് അഗെയിൻ ഐ ഹവ് സീൻ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരിക്കൽ ഒന്ന് പുറത്ത് പോകണമെങ്കിൽ ഇവൻ ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിട്ട് ഒക്കെ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിച്ചു കൂട്ടിയിട്ട് എനിക്കൊന്നും പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മേ ബി ഐ ഹവ് ടോൾഡ്, ഓക്കെ, മേ ബി ട്രൈ സംതിങ് ഔട്ട്, ഒന്ന് സംസാരിച്ച് നോക്കാം. ബട്ട് ദാറ്റ്സ് വെരി ട്രൂ വാട്ട് യു ഹവ് ടോൾഡ്. ലൈക്ക് ഇൻ ദ സെൻസ് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അഗെയിൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഫെൽറ്റ് ഇസ് ദാറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അറ്റംപ്റ്റ് വരാത്തിടത്തോളം, ദാറ്റ് ലൈക്ക് പ്രയോറിറ്റൈസ് ചെയ്യാത്തിടത്തോളം കാര്യങ്ങൾ പറഞ്ഞ പോലെ that doesn't work out. It depends on person. I'll tell you one example. ഇപ്പൊ പറഞ്ഞ അതേ കാര്യം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതായത് വെറുതെ ഇരിക്കുന്നുള്ളത്. ഞാന് ദുബായിൽ വന്ന ടൈമിൽ, അതായത് 2 വർഷം മുമ്പാണ് ഇങ്ങോട്ട് വന്നത്. കല്യാണം കഴിച്ച് ഒരു മാസത്തിലൂടെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു.
മൂവ് ചെയ്ത ടൈമില് ഐ ഓൺ വിസിറ്റ് വിസയില ഞാൻ ആദ്യം വന്നത്. അപ്പൊ ആ ടൈമില് ഹസ്ബൻഡ് രാവിലെ ജോലിക്ക്, ഞാൻ രാത്രി ഒരു 7-8 മണിയാകുമ്പോഴത്തേക്ക് ആ ഒരു ഫുൾ ഒരു 12 hours ഞാൻ വീട്ടിൽ ഒറ്റക്കാം. ആൻഡ് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നല്ല. അപ്പൊ ഫുൾ ടൈം തിങ്കിങ് ആയിരുന്നു എന്ത് ചെയ്യണം. കാരണം നമ്മളെ ഫുൾ എൻവയോൺമെന്റ് മാറിയില്ല. നാട്ടിലാകുന്ന സമയത്ത് എനിക്കറിയാം ഇത്ര നാക്ക് ഉണ്ട്, എനിക്ക് ചെയ്യാം, അവിടെ ഓടാം, ഇവിടെ പോവാം, ഇവിടെ വന്ന് സെറ്റ് ആക്കാം. ഇത് ഒരു പുതിയ എൻവയോൺമെന്റ് വന്നപ്പോ തന്നെ എന്റെ തോട്ട് പ്രോസസ്സും മാറി. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ കാട് കയറാൻ തുടങ്ങി തോട്ട്സ് ആയിട്ട്. എനിക്കൊന്നും പറ്റില്ല, കാരണം ഇവിടെ വിസിറ്റ് വിസയിൽ എനിക്കൊന്നും സെല് ചെയ്യാനും പറ്റില്ല. സോ ആ ഒരു ഫേസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളെല്ലാം. പിന്നെ കൊറോണ സ്റ്റാർട്ടായി, വീട്ടിനുള്ളിൽ തന്നെ ആയി. യു നോ ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് വാസ് എല്ലാവർക്കും. പിന്നെ ഇവൻച്വലി അത് മാറാൻ തുടങ്ങി. അപ്പൊ എല്ലാവർക്കും ആ ഒരു ഫേസ് ഒക്കെ ഉണ്ടാവും. പിന്നെ മാറ്റം വരുത്താന്നുള്ളത് നമ്മൾ തന്നെ വിചാരിക്കണം. പിന്നെ എനിക്ക് ഒരു 1 year ആയി. 1 year-ഓളം ഞാനും അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആഫ്റ്റർ ഐ മൂവ് ടു ദുബായ്. അപ്പോ ഇറ്റ് ടുക്ക് സം ടൈം. ഒരു ടൈം ഉണ്ട് എല്ലാത്തിനും. ആൻഡ് പിന്നെ ബിസിനസ് തുടങ്ങി ഇവിടെ ക്ലോത്തിങ് ലൈന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈസൻസും എല്ലാം എടുത്തു, സ്റ്റാർട്ട് ചെയ്തു. ടുക്ക് സം ടൈം ഫോർ മീ. പക്ഷെ അതിന്റെ കൂടെ തന്നെ ബാക്കി ബ്ലോഗിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എന്താണ് നമുക്ക് വർക്ക്ഔട്ട് ആവുന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് അത് Yeah. ചെയ്യാന്നുള്ളതാണ് ബേസിക്കലി, റൈറ്റ്? അതെ ഫിഗറിംഗ് അതെ ഔട്ട്. അതെ അതെ. Yeah. Okay, awesome. So that's a beautiful answer. അടുത്ത എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ആസ് ലൈക്ക് നമ്മളിപ്പോൾ കുറെ നെഗറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, ഇൻ ദ സെൻസ് വാട്ട് പോസിറ്റീവ് ചേഞ്ചസ് വുഡ് യു ലൈക്ക് ടു സീ? ലൈക്ക് നമ്മൾ ഈ ഒരു ഉള്ളിടത്ത് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി കൊണ്ടുവരേണ്ടത്, എസ്പെഷ്യലി ഇഫ് തിങ്ക് അബൌട്ട് എവ്രി വൺ ഇൻ ദിസ് സിറ്റുവേഷൻ? ഈവൻ ഫൈനാൻഷ്യലി ആയിട്ടുള്ള കാര്യമാണോ? സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് നമ്മുടെ ചുറ്റും നമ്മൾ തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്? ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ 9 to 5 ജോബ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അവർ വിചാരിക്കും ആ ഒരു ജോലി മാത്രം. പക്ഷെ എന്റെ കേസിൽ എനിക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം കണ്ടുപിടിക്കണം. ഒന്നിൽ തന്നെ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഐ നോ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ഐ ഏൺ ദിസ് മച്ച്. വാട്ട് ഇഫ് ഈ ഒരു ജോലി എനിക്ക് ഇല്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് ഇൻകം കിട്ടുന്നില്ല, ആ മാസം എന്തെങ്കിലും തടസ്സം വന്നു. അപ്പം ഹാവിങ് എ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പല രീതിയിൽ നമ്മളെ കഴിവ് നമുക്ക് കാണിച്ചിട്ട് മൾട്ടിപ്പിൾ സോഴ്സ് നമുക്ക് വേണം ഇൻകമിന്. പാസീവായിട്ട് പല രീതിയിലും ഇൻകം വന്നുകൊണ്ടിരിക്കണം. ഇപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, 9 to 5 ജോബ് ചെയ്യുന്ന ആളാണ്. ബട്ട് ഷീ ഹാസ് മൾട്ടിപ്പിൾ സോഴ്സസ് പല രീതിയിലും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുമല്ലോ പാസീവായിട്ട്. അപ്പൊ എപ്പോഴും മണി ഉണ്ടായിക്കൊണ്ടിരിക്കണം, അത് ഫ്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ ഇപ്പം ഐഡിയാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ, ഒരു കാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെ വേറെ കാര്യം ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല, എവിടെയില്ല. ഏർലിയർ വെൻ ഐ വാസ് ഡൂയിങ് ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യുമ്പോൾ, പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ തന്നെ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ദുബായിൽ വന്ന സമയത്ത് ഐ സി എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. എനിക്ക് പല രീതിയിലും ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയത്ത് എനിക്ക് വരുന്ന ഒരുപാട് നെഗറ്റീവ് കോമന്റ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ അത് ചെയ്യുന്ന ആളല്ലേ, ഇതെന്താ ഇതിലേക്ക് കടന്നത്, അതെന്താ ചെയ്യാത്ത? ഇറ്റ്സ് മൈ ഡിസിഷൻ, ഞാൻ ചൂസ് ചെയ്യുന്നതാ. ഐ വോണ്ട് ടു ഡു ദിസ്, അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യണം, അതിൽ തന്നെ എനിക്ക് സ്റ്റിക്ക് ചെയ്യണമെന്നുള്ള ഐ ഡിസൈഡ്. സോ ദാറ്റ്സ് വൺ തിങ്. പിന്നെ ചേഞ്ച് പറയുന്ന കാര്യം, നമ്മൾ തന്നെ ചിന്തിക്കണം എന്ത് നമുക്ക് ചെയ്യണ്ടേ. ഈ ഒരാളെടുത്ത് പോയിട്ട് വാലിഡേഷന്റെ ഒരു ആവശ്യമില്ല. ഇത് ഞാൻ ചെയ്താൽ കൊള്ളാവോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് ഇതിനെ ലൈക്ക് അപ്രൂവൽ സീക്കിംഗ് തന്നെ, അപ്രൂവൽ സീക്കിംഗ് നിർത്താന്നുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ് ഡിസൈഡ്. I think you should decide. എന്താണ് വേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യാം, and just get out and just make something out for that. Yeah. Okay. So, yeah, that's great. Okay. So, let's say, like, there is something that I want to do. I figured it out. Okay. Again, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓൺ ദ വേ ലൈക്ക് ഓരോന്ന് മാറി മാറി കുറേ കാര്യങ്ങൾ ചെയ്തതാണ്. സോ വെൻ യു കം അപ്പ് വിത്ത് സംതിങ്, ലെറ്റ്സ് സേ നിങ്ങളൊരു ഐഡിയ ആയിട്ട് വന്ന്, maybe you wanted to try out something. So how do you start? Like, obviously ഒരു സിസ്റ്റം, ഒരു പ്രോസസ്സ് അത് നമ്മൾ ഉണ്ടാക്കും അല്ലേ? അത് ഇപ്പോഴും അത് അങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കണം. So how do you basically, what is your method of finding how to do it and executing that? Yeah. So be it anything, എന്തും ആയിക്കോട്ടെ. ചിലപ്പോൾ ഒരു കോണ്ടന്റ് ഇടാനായിരിക്കും, അല്ലെങ്കിൽ റീൽ വീഡിയോ ഇടാനായിരിക്കും, അല്ലെങ്കിൽ സപ്പോസ് ഐ വോണ്ട് ടു മേക്ക് സംതിങ്. എന്റെ മനസ്സിലൊരു ഐഡിയ കടന്നിട്ടുണ്ടാവും. ഇപ്പം കാർഡ് ഉണ്ടാക്കുന്ന ടൈമിന് ഐ ഹാവ് ദിസ് ലേ ഔട്ട് എന്റെ മനസ്സിലുണ്ടാവും, ആൻഡ് ഐ വോണ്ട് ടു ഡു ഇറ്റ്.
പക്ഷെ അതിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം അതിന് പ്ലാൻ വേണം. എത്ര ടൈം കൊണ്ട് എനിക്ക് ഇത് ഫിനിഷ് ചെയ്യണം, ഇതിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ ഔട്ട്കം എങ്ങനെ ആയാലും ആർക്ക് ഇത് ഉപകാരപ്പെടും, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കും. ആൻഡ് യു നോ വാട്ട് ദ മെയിൻ ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ റീലൊക്കെ ഇടുന്ന സമയത്ത് ഐ ഹാവ് ദിസ് ഐഡിയ ഇൻ മൈൻഡ്. ഞാനത് എന്ത് ചെയ്യും, ലാഗ് ആക്കി അത് അങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് അങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടിരിക്കും. ആൻഡ് ഐ സീ another person doing the same video. അപ്പൊ മനസ്സിലുണ്ടാവുന്ന ഒരു വിഷമം, അതായത് നോർമൽ ആണ്, എല്ലാ ഹ്യൂമൻ ബീങ്സിനും ആ ഒരു വിഷമം വരും. അപ്പൊ മനസ്സിലുണ്ടാവും, പഠിച്ചോനെ ഞാനിത് വിചാരിച്ചൊരു കാര്യമാണല്ലോ, നൗ ഇഫ് ഐ ഡു ദാറ്റ് ഇറ്റ് വിൽ ബി ലൈക്ക് ഓളെ കോപ്പി അടിച്ച് ചെയ്തത്. പക്ഷെ ആ ഒരു മെന്റാലിറ്റിയാണ് പലർക്കും ഉണ്ടാവുന്നത്. ലൈക്ക് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാൾ ചെയ്യാൻ പാടില്ല, മറ്റൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കണ്ടിട്ടാണ് ഇവള് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. പല ടൈം ഫ്രെയിമിൽ നമുക്ക് ഓരോരുത്തർക്ക് ചെയ്യേണ്ടി വരും. സോ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഐ പ്ലാൻ ഇൻ അഡ്വാൻസ്, അല്ലെങ്കിൽ എന്റെ ഒരു കാര്യം മുന്നോട്ടേക്ക് പോവില്ല. ലൈക്ക് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഐ പ്ലാൻ ഇൻ അഡ്വാൻസ്, നാളെ രാവിലെ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഐ പ്ലാൻ ഇൻ അഡ്വാൻസ്. എന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം ആ ദിവസം എന്റെ പോക്കായിരിക്കും. ബിക്കോസ് ഞാൻ സ്ട്രെസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം ഐ കീപ് ലൈക്ക് 2 മണിന്റെ മുന്നേ എനിക്കിത് ചെയ്യണം, ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് സ്ട്രെസ് കൂടും. എന്റെ ഒരു പ്രശ്നമാണത്. ആൻഡ് ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഞാൻ തിങ്ക് ചെയ്തുകൊണ്ടിരുന്ന് ബാക്കിയുള്ള കാര്യങ്ങളും ലാഗ് ആവും. സോ ഐ വർക്ക് ഓൺ പ്ലാനിങ്ങിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഫ്ലോയിൽ നടക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടായി പോകും, ചില കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും. സോ പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എക്സിക്യൂഷന്റെ ടൈമിൽ ഇപ്പം ഐ ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ. സോ ഇഫ് ഐ വോണ്ട് ടു മേക്ക് എ പ്രോഡക്റ്റ്, ഒരു സാധനം ഉണ്ടാക്കണം, അതിനെ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ ഫോട്ടോ എടുത്ത് ഇടാനാണ്. സോ ആദ്യം അതിന്റെ പ്രോസസ് വീഡിയോ എടുക്കണം, ഇപ്പൊ ക്യാമറയിൽ ഫോണിൽ സ്പേസ് ഉണ്ടോ നോക്കണം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, റൈറ്റ്? ആദ്യം ഫോൺ ക്ലിയർ ചെയ്യണം, ക്യാമറ സെറ്റ് ചെയ്യണം, ഫോട്ടോ എടുത്ത് സെറ്റ് ചെയ്യണം, then I have to edit it, എഡിറ്റിംഗ് കഴിയണം. ആൻഡ് യുനോ ഇപ്പം 14-ാം തീയതി എനിക്കൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണം, ആൻഡ് ബ്രാൻഡ് എന്റെ അടുത്ത് പറയണം 14 നിങ്ങളൊരു വീഡിയോ, 13 ഞാൻ അതിന് ഇരുന്നിട്ട് കാര്യമില്ല. സോ ഐ ഹാവ് ടു തിങ്ക് ഒരു 1 വീക്ക് മുന്നേ പ്ലാൻ ചെയ്തിട്ട് സെറ്റാക്കി ഔട്ട്കം വരുമ്പോൾ അതിന്റെ സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ്. സോ ഐ തിങ്ക് യു ഹാവ് ടു ഗിവ് എ ലോട്ട് ഓഫ് ടൈം. ഏതൊരു കാര്യമാണ്, ഒരു പ്രോസസ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിനൊരു നല്ല ടൈം കൊടുക്കുക. തിങ്കിങ്ങിന് ഒരു ടൈം കൊടുക്കുക, ആ പ്രോസസ്സിന് ഒരു ടൈം കൊടുക്കുക, ആൻഡ് എക്സിക്യൂഷന് വേറെ ടൈം. ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. ആൻഡ് ലൈക്ക് ഒരു കാര്യം വെച്ചാൽ ഭയങ്കര എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ഓരോന്നാണ്. ലൈക്ക് ഇൻ ദ സെൻസ് ഓക്കെ, ഇവൻ ഫോണിനെ കുറിച്ച് വരെ നിങ്ങൾ ചിന്തിച്ചിട്ട് അതുവരെ നിങ്ങൾ പ്ലാൻ ആക്കിയിട്ടുണ്ട് അല്ലേ? ലൈക്ക് ഞാനൊരു ചെറിയ കാര്യം പോലും ഭയങ്കര രീതിയിൽ എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, ഇനി എന്തിനാ ഇങ്ങനെ തലക്ക് കൊടുക്കുന്നത്, നടന്നു പോയിക്കോളൂ, എനിക്ക് അങ്ങനെ പറ്റില്ല. പെർഫെക്ഷനിസ്റ്റ്. പെർഫെക്ഷൻ എന്നുള്ളത് എന്നെ പല സമയത്തും ഫെയിലിയർ ആക്കിയ ഒരു കാര്യവും ഇതാണ്, പെർഫെക്റ്റ് ആവണം, പെർഫെക്റ്റ് ആവണം. കാരണം എനിക്ക് തോന്നുന്നു എന്റെ പാരന്റിങ് അങ്ങനെയായിരുന്നു തോന്നുന്നു. ഉമ്മ എല്ലാത്തിനും പെർഫെക്റ്റ് ആവണമെന്ന് മാത്രം ചിന്തിക്കുക. പല കേസിലും എന്നെ അത് അലട്ടിയിട്ടുണ്ട്, എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇഫ് ഐ സ്കോർ 49 out of 50, ഷീ വിൽ ഭയങ്കരമായിട്ട് രീതിയിൽ ഉമ്മ എന്നെ ബുദ്ധിമുട്ടിക്കുക. ആ 1 മാർക്ക് കിടക്കുക, ആ ഒരു ഫാക്ടർ, ആ ഒരു ഉമ്മാന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും, ആ ഒരു ബിഹേവിയർ എന്നെ നല്ല രീതിയിൽ എന്നെ മുന്നോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്നെ പലപ്പോഴും അതെന്നെ സ്ട്രെസ് വരുത്തുന്നത്. അപ്പൊ ഞാൻ നല്ല കാര്യം ചെയ്താൽ പോലും ഈ ഒരു തോട്ട് എന്റെ മനസ്സിൽ വരും, ഇതെന്താ ഞാനത് ചെയ്യാണ്ടെന്ന്, എന്തു പറ്റി ആ ഒരു ഇതിന്. സോ ഐ ഡോണ്ട് തിങ്ക് ആ ഒരു പെർഫെക്റ്റ് ആവാന്നുള്ളത് ഒരിക്കലും നല്ലൊരു ശീലമല്ല, നല്ലൊരു കാര്യമല്ല. പ്ലാൻ ചെയ്യണം, നമ്മളെ കഴിവിന്റെ പരമാവധി നമ്മൾ എഫേർട്ട് ഇടണം, വരട്ടെ, പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. പകുതി നമ്മൾ ചെയ്യുക, പകുതി പഠിച്ചോന്ന് പറഞ്ഞ പോലെ. പക്ഷെ നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് ഇടണം. അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ ഫുൾ പെർസെന്റേജ് നമ്മൾ ചെയ്യണം. എന്റെ ബ്രദർ പറയുന്ന ഒരു വാക്കുണ്ട്, പരിധിയിൽ പരമാവധി. നമ്മളെ പരിധിയിൽ നമ്മൾ പരമാവധി ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യണം. that's very true. വേറൊരു ഇതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ലൈക്ക് പ്ലാൻ ചെയ്യുക, എന്നിട്ട് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്യുക, എന്നിട്ട് അത് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക, മാറ്റുക, അടുത്തത് ചിന്തിക്കുക. ലൈക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് സംതിങ്. അതാണ് യുവർ വേ ഓഫ് എക്സിക്യൂട്ടിങ് തിങ്സ്. ഓക്കെ, ദാറ്റ്സ് ഓസം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം അഗെയിൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മനസ്സിലാക്കുന്നത് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്. അഗെയിൻ വെൻ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ പെർഫെക്ഷനിസത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഐ വാസ് എ വെരി ലൈക്ക് എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ലൈക്ക് പെർഫെക്ഷനിസം എന്നുള്ളത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഈ പെർഫെക്ഷനിസം കാരണം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാനൊരു സംഭവം തുടങ്ങും, എന്നിട്ട് അതിങ്ങനെ ചെയ്ത് പകുതിയാകുമ്പോൾ മേ ബി ഫസ്റ്റ് ആ ഒരു ഭയങ്കര ഒരു ഇതിൽ തുടങ്ങും, എന്നിട്ട് പകുതിയാകുമ്പോൾ അത് ചിലപ്പോൾ കാണൂല. ലൈക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം വരാത്തപ്പോൾ എന്താ വെച്ചാൽ ഇത് വർക്ക്ഔട്ട് ആണെന്നില്ല വെച്ചാൽ നമ്മൾ ഒഴിവാക്കിയിട്ട് പോകും. അതെപ്പോഴും ഈ പെർഫെക്ഷനിസം പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഫെയിലിയറേ നമ്മളെ മനസ്സിലുണ്ടാവുള്ളൂ. അത് നല്ലതല്ല, ചീത്തയാ, നല്ലതല്ല. ഒരു നല്ലത് എന്ന് പറയുന്നത് ഒരിക്കലും ആ പെർഫെക്റ്റ് ആവുന്നതിനെ കൊണ്ട് നമുക്ക് കിട്ടില്ല. എപ്പോഴും നമുക്കൊരു ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ ഗുഡ് ഐഡിയ.
ഒരിക്കലും പെർഫെക്റ്റ് ആവണം, ആരും പെർഫെക്റ്റ് അല്ല. ഞാൻ അങ്ങനെ ആയിരുന്നു. ആൻഡ് ഐ ഹാഡ് ഒരു ബാഡ് ഫേസ് തന്നെ എനിക്ക് ഉണ്ടായിരുന്നു ആ പെർഫെക്റ്റ് ആവുന്നതിനെ പറ്റി. ബട്ട് ഐ എം നോട്ട് പെർഫെക്റ്റ്. ബട്ട് ഞാൻ എല്ലാ ഡീറ്റെയിലും വ്യക്തമായിട്ട് നോക്കുന്ന ഒരാളാണ്. എത്രത്തോളം നന്നാക്കാൻ പറ്റുന്നുള്ളത് ഞാൻ ട്രൈ ചെയ്യും. ബട്ട് ഇഫ് ദി ഔട്ട്കം ഇസ് ബാഡ്, ഐ വോണ്ട് സ്ട്രെസ് ടു മച്ച് ഓൺ ദാറ്റ്. ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ലൈക്ക് നമ്മൾ ഈ പെർഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വർഷം, ഇപ്പം സനത്ത് തന്നെ ആണെങ്കിൽ ഒരു വർഷം മുന്നേ ചെയ്തൊരു വീഡിയോ ആയിക്കോട്ടെ, അതും നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഒരു വീഡിയോ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് യു ഡു ഇറ്റ്. ആൻഡ് നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ ഒരു സംഭവം പഠിച്ച് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതെ, ബിക്കോസ് വി ഫെയിൽ സംടൈംസ്. നമുക്ക് അവിടെ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ നമുക്ക് തോന്നും, മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവും, ആൻഡ് വി ലേൺ ഫ്രം ദാറ്റ്. അങ്ങനെ. സോ ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട്, want to do something, just start doing and learn. Exactly. Okay, awesome. So അടുത്ത ഒരു ചോദ്യം എന്നുള്ളത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ബിറ്റ് അഗെയിൻ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, സോ അതിലുള്ള ഒരു കൈൻഡ് ഓഫ് സിമിലർ ക്വസ്റ്റ്യൻ ഐ ഗോട്ട് ഫ്രം മൾട്ടിപ്പിൾ പീപ്പിൾ. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം വുമൻസിന്റെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ തന്നെ, നമ്മളിപ്പോൾ ഒരു വുമൻ മറ്റൊരു വുമന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, റൈറ്റ്? ബിക്കോസ് അഗെയിൻ നമ്മളിപ്പോൾ ഇങ്ങനൊരു ട്രെൻഡ് കണ്ടിട്ടുണ്ട്. അതായത് വെച്ചാൽ വുമൻസ് ഓൺലി കമ്മ്യൂണിറ്റി കണ്ടുവരുന്നുണ്ട്, ബിക്കോസ് ടു എംപവർ വുമൻ, ആൻഡ് ദർ ആർ സോ മെനി തിങ്സ് ദാറ്റ്സ് റിവോൾവിംഗ് അറൌണ്ട് വുമൻ എംപവർമെന്റ്, റൈറ്റ്? സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു അപ്ലിഫ്റ്റ് ആൻഡ് എംപവർ വുമൻ? I'll tell you, ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വന്നൊരു ആൻസർ എന്ന് പറയുന്നത് ജലസി എന്നുള്ള വേർഡാണ്. ഇറ്റ്സ് ലൈക്ക്, എന്റെ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സൊസൈറ്റിയിൽ ഇപ്പൊ വിമൺ തന്നെ പറയണമെന്നില്ല, ഒരു ഹ്യൂമൻ ബീങ് വേറൊരു ഹ്യൂമൻ ബീങ് നന്നാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് വരുന്നത് ചില കേസിൽ എന്താ പറയാ, എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു നിരാശ വരാം. വേറൊരു കേസിൽ ജലസ് വരാം, എന്താല്ലേ എന്നുള്ളൊരു തോട്ട് വരാം. നോർമലാണ്, എല്ലാവർക്കും വരും. ഏതൊരു ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഫേസിൽ ജലസി വരാത്ത ആരുമില്ല. സോ ഈ ജലസി എന്നുള്ള ഫാക്ടർ നമുക്ക് കുറക്കാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് മാനസികമായിട്ടും നമ്മൾ പുറത്ത് കാണിക്കുന്ന രീതിയിലും ഒരുപാട് ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, റൈറ്റ്? ഇപ്പം നമ്മൾ സ്കൂളിലാണെങ്കിലും നമ്മൾ സ്കൂൾ പൊളിറ്റിക്സ് കണ്ടിട്ടുണ്ട്, ഓഫീസിലാണെങ്കിൽ ഓഫീസ് പൊളിറ്റിക്സ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി നിൽക്കുന്ന ഒരാളാണെന്നുള്ളതിൽ ഞാൻ കണ്ടുവരുന്നതാണ് സോഷ്യൽ മീഡിയയിലും പൊളിറ്റിക്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോളോവർ കൗണ്ട് വെച്ചിട്ട് ആൾക്കാരെ വിലയിരുത്തുക. കോണ്ടന്റ് എത്ര നന്നായി പോലും എന്തെന്നാ ഇത് ഇത്ര കാലമായി വളരുന്നില്ല, ഇതെന്താ ഇങ്ങനെ. ഐ ഹാവ് സീൻ ഇറ്റ്, ഐ ഹാവ് ഹേർഡ് ഇറ്റ്. ആൻഡ് അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ ഒരുപാട് കഴിവുള്ള എത്രയോ പേരുണ്ട്. ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് എന്താ പറയാ, വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണോ? അല്ലെങ്കിൽ കഴിവുള്ളവർ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റൂ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് അത്. എന്തും ആയിക്കോട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, എല്ലാവർക്കും അവിടെ ഒരു സ്ഥാനം വേണ്ടേ? ഞാൻ അങ്ങനെ കുറെ എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരാൾ പറയുന്നത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഇപ്പം ഒപ്പീനിയൻസും ഫാക്ട്സും ഡിഫറെന്റ് ആണ്. പലർക്കും പല ഒപ്പീനിയൻസ് ഉണ്ടാവും. ഞാനും റിസ്വാനും നോക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ റിസ്വാന് അതിൻ്റെതായ രീതിയിൽ നിങ്ങളെ ഒപ്പീനിയൻസ് ഉണ്ടാവും. അതൊരിക്കലും ഫാക്ട് അല്ല, അതല്ല ശരി. അതെന്താ പറയാ, ഒപ്പീനിയൻസ് എന്ന് പറയുന്ന സാധനം ഓരോരുത്തർക്ക് പേഴ്സണലി ഉള്ള കാര്യമാണ്. ഫാക്ട് എന്ന് പറയുന്നത് എന്താ, ചിലപ്പോൾ അത് തന്നെയാണ് ശരി എന്നുള്ളതാണ് ഫാക്ട്സ്. ഒപ്പീനിയൻസും ഫാക്റ്റും ഡിഫറെന്റ് ആണ്. അപ്പൊ പലരും ഇപ്പൊ പേഴ്സൺ എ ഒരു ഒപ്പീനിയൻ പറയാണ്, പേഴ്സൺ ബി അനദർ ഒപ്പീനിയൻ പറയാണ്. ഇറ്റ് ഡസന്റ് മീൻ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാൻ പാടില്ല. അല്ലെങ്കിൽ പേഴ്സൺ എ ഒരിക്കലും വിചാരിക്കരുത് പേഴ്സൺ എന്റെ ഒപ്പീനിയൻ മാത്രമാണ് ശരി, ബാക്കി എല്ലാവരും തെറ്റാണ്, സോ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ദം. നോ, ദാറ്റ്സ് നോട്ട് റൈറ്റ്. സോ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങള് ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ചർച്ച സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തൊരു കോണ്ടെക്സ്റ്റ് ആയിക്കോട്ടെ, ദിസ് ഈസ് ഹാപ്പനിങ്. വൈ? ബിക്കോസ് നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്നതാണ് ശരിയെന്നുള്ളത്. ആ ഒരു കാര്യം നമ്മൾ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ സ്ഥാനമുണ്ട്, എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്, എല്ലാവരുടെ കാര്യങ്ങളും നമ്മൾ കേൾക്കണം, ലിസൺ ചെയ്യണം. ഐ തിങ്ക് ഇത് വിമൺ എന്നുള്ളത് മാത്രം എടുത്ത് പറയല്ല, ബട്ട് നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് ഐ തിങ്ക് ഈ ഒരു കാര്യം നമ്മൾ കൾട്ടിവേറ്റ് വരികയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ പറയണം. അപ്പോ ജസ്റ്റ് ദാറ്റ്, എല്ലാവർക്കും സ്ഥാനം കൊടുക്കുക, എല്ലാവർക്കും വാല്യൂ കൊടുക്കുക, എല്ലാവരുടെ വാക്കിനും വില കൊടുക്കുക. അത് വലുതോ ചെറുതോ ആയിക്കോട്ടെ. സോഷ്യൽ മീഡിയ എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കല്ല, റിയൽ ലൈഫിൽ തന്നെ എല്ലാവർക്കും അവരുടേതായ ഇപ്പൊ ജോലി ആയാലും അവരെന്ത് പ്രൊഫഷൻ ആയാലും അതിൻ്റെതായ വില നമ്മൾ കൊടുക്കുക. എല്ലാ പ്രൊഫഷനും വാല്യൂ ഉണ്ട്, റൈറ്റ്? അപ്പോ ഐ ഹാവ് സീൻ ഇറ്റ്. നമ്മളിപ്പം ഐ ടെൽ യു വാട്ട്, ഞാൻ ഒരു
ഫാമിലി ഇതിന് പോയപ്പോ സന എന്താ ചെയ്യുന്നേ, ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറയില്ല, ഞാൻ എന്റേതായ കാര്യങ്ങളായിട്ട് ചെയ്യുന്ന. എന്ത് അന്നേരം എനിക്ക് നിസാസ് ഇല്ല, ബ്രാൻഡ് ഇല്ല, ജസ്റ്റ് ഡൂയിങ് ബ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ ഞാന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, ബ്ലോഗർ ആണ്, ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, കാരണം നമ്മളെ ഏജിലുള്ള ആളുമല്ല. അപ്പൊ എന്ത് ഈ ക്യാമറ പിടിച്ച് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിനാ ഈ പൈസ കിട്ടുന്നേ ഇങ്ങനെ. അപ്പോ ഐ തിങ്ക് അങ്ങനെ ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ദാറ്റ്സ് നോട്ട് റൈറ്റ്. ഓരോന്നിനും ഓരോ വിലയില്ലേ, ഇതിന് എഫേർട്ട് ഇല്ലേ. യു ഹാവ് നോ ക്ലൂ. ഓരോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എത്ര കഷ്ടപ്പെട്ടിട്ടാ ഒരു ഔട്ട്കം പുറത്ത് കൊണ്ടുവരുന്നത് മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ, ബാക്കിയുള്ളതൊന്നും കാണുന്നില്ല. സോ എനിക്ക് എന്റെ എക്സാമ്പിളിന് ഇതിന് ഉത്തരം തരാൻ പറ്റുള്ളൂ. സോ ഐ തിങ്ക് വി ഹാവ് ടു റെസ്പെക്ട് അതേഴ്സ് എല്ലാ രീതിയിലും. ഇളയവരായിക്കോട്ടെ മൂത്തവരായിക്കോട്ടെ, റെസ്പെക്ട് എന്നുള്ള കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെരുമാറുന്ന രീതി കൈൻഡ് ആവണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കൈൻഡ്നെസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ഇപ്പൊ ഞാനിപ്പോ എല്ലാ സമയത്തും നമുക്ക് നല്ല രീതി മൂഡിൽ നിൽക്കാൻ പറ്റില്ല. നമുക്കും ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും, ആങ്കർ ഉണ്ടാവും, നമ്മളെ മൂഡ് ലോ ആയിരിക്കും. ദാറ്റ് ഡസന്റ് മീൻ വേറൊരാളെ താഴ്ത്തണം അല്ലേ. ഐ ഡോണ്ട് തിങ്ക്. ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാനൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പബ്ലിക്കലി വന്ന് നമ്മൾ ഒരാളെ ഡിഫെയിം ചെയ്യുക, ദാറ്റ്സ് നോട്ട് റൈറ്റ്. ഇൻഡയറക്റ്റ് ആയിക്കോട്ടെ ഡയറക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ പേര് വെച്ചിട്ട് പറഞ്ഞോട്ടെ പേര് വെക്കാണ്ട് പറഞ്ഞോട്ടെ, ദാറ്റ്സ് നെവർ റൈറ്റ്. ആദ്യം അതിന്റെ ഫാക്ട്സ് എടുക്കുക, ഇത് ശരിയാണോ നോക്കുക, എന്നിട്ട് യു ഹാവ് ടു ഡു. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു അബൌട്ട് എന്റെ എക്സ്പീരിയൻസ് എന്നാ പറയുന്നത്. ബട്ട് ഐ തിങ്ക് വി ഷുഡ് റെസ്പെക്ട് എവറി അതർ പേഴ്സൺ. ഐ ക്യാൻ ടോട്ടലി റിലേറ്റ് ടു തിങ്സ്. നിങ്ങൾ പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് സംടൈംസ് കുറെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇൻ ദ സെൻസ്, ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് തിങ്, ഞാൻ കോണ്ടന്റ് ചെയ്യുന്നത് വെച്ചാൽ വളരെ എന്താ പറയുക ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് എന്നുള്ളത് സെൽഫ് ഗ്രോത്ത്, സെൽഫ് ഇംപ്രൂവ്മെന്റ്, ആ ഒരു ടൈപ്പാണ്. ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഡാൻസ് ചെയ്തൂടെ, അല്ലെങ്കിൽ ലൈക്ക് എനിക്ക് ഇന്ന സംഭവം ചെയ്തൂടെ, മറ്റേ സംഭവം ചെയ്തൂടെ, ബിക്കോസ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ദാറ്റ്. ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു ഡു. ലൈക്ക് ഐ വോണ്ട് ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ. ലൈക്ക് right, in the sense I want to talk about things that really matter, like different thing, not entertaining. മറ്റൊരു കാരണം വെച്ചാൽ ഐ എം എൻ എഞ്ചിനീയർ, ലൈക്ക് നിങ്ങളെ പോലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ്. ബട്ട് ഐ I ഡിഡ്ന്റ് know ഗോ you are ടു working at pursue Byju's, that. right? Yeah, I didn't go Yeah. to work. Like ഞാൻ ഇന്നും 3 വർഷം ഞാൻ ലൈക്ക് വർക്ക് ചെയ്യാണ്, ലൈക്ക് ഇൻ ആൻ എഡ്യൂക്കേഷൻ സെക്ടർ. പക്ഷെ ഇന്നും ഞാൻ ലൈക്ക് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ പഠിച്ച പണിക്ക് പോകുന്നില്ലേ, ലൈക്ക് എന്താ സാർ ഇത് മതിയോ എന്നുള്ള സംഭവം. ദാറ്റ്സ് ലൈക്ക് ടു തിങ്സ്. അഗെയിൻ ഐ തിങ്ക് ഇറ്റ്സ് എ മാറ്റർ ഓഫ് എ പേഴ്സൺ ബീങ് ഓപ്പൺ മൈൻഡഡ്. ഇൻ ദ സെൻസ് നമ്മൾ എന്ത് കാര്യവും ലൈക്ക് എടുക്കുക എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ഡെസിഷൻ റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് ഐ തിങ്ക് ദ ബിഗ്ഗസ്റ്റ് ഫ്രീഡം എ പേഴ്സൺ ക്യാൻ ഗിവ്. ഞാൻ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലൈക്ക് ഇൻ ദ സെൻസ് ഒരാളുടെ ലൈഫിൽ ഒരു ഡെസിഷൻ ഓപ്പൺ ആയിട്ട് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അയാളുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഫ്രീഡം എന്നുള്ളത്. അതെ അതെ അതെ. പലപ്പോഴും നമുക്കത് പറ്റാറില്ലല്ലോ. ഞാനാണെങ്കിലും ഒരാളെടുത്ത് പോയിട്ട് ചോദിക്കും ഇത് ശരിയാണോ അത് ശരിയാണോ. ഏർലിയർ വെൻ ഐ വാസ് ഡൂയിങ് എന്ത് ചെയ്യുകയാണെങ്കിലും, പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഐ ആസ്ക് മൈ ഹസ്ബൻഡ് ഇത് എന്തെങ്കിലും തെറ്റുണ്ടോ, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്. ലൈക്ക് ഇപ്പം ഐ നെവർ ആസ്ക് ഹിം. പണ്ടൊക്കെ എനിക്ക് പേടിയായിരുന്നു, ഒരു ചെറിയ ഡിസിഷൻ എടുക്കാൻ പോണെങ്കിലും ഐ ആസ്ക് എന്റെ കൂടെ ആരുള്ള ആരുടെ പോയി ചോദിക്കും. ഐ ഹാവ് സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. And yeah, that's really awesome. Okay, so അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ what I have is basically, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ ആൾക്കാർ, there would have been a lot of people who have inspired you, അല്ലേ? So especially could be your parents, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആവാം. So just keeping aside your parents, is there anyone like നിങ്ങളെ ഭയങ്കരമായിട്ട് ഇന്ന പോലെ എനിക്ക് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇന്ന ചെയ്തതിനേക്കാളും ലൈക്ക് ഇന്നാളെ പോലെ ആവണമെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, is there someone who is like that? കാരണം ഐ ഡോണ്ട് കീപ്പ് എ റോൾ മോഡൽ പോലെ ഞാൻ ആരെയും വെക്കലില്ല, ടു ബി ഹോണസ്റ്റ്. പക്ഷെ ഞാൻ കാണാനും ഇഷ്ടപ്പെടുന്നതുമായിട്ട് I don't know. I don't have that particular name in my mind. Yeah, there are so many women I follow on Instagram. അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഫിലിമിൽ നോക്കുകയാണെങ്കിൽ ഐ ലൈക്ക് മഞ്ജു വാര്യർ, ഐ ലൈക്ക് നൈല ഉഷ. പിന്നെ എന്താ ബ്ലോഗിംഗിൽ നോക്കുകയാണെങ്കിൽ there are so many people. I don't have that particular name. That's awesome. So അങ്ങനെയാണെങ്കിൽ I have another question, is that in the sense you are like നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണ്. ബേസിക്കലി യു ആർ ലിവിങ് ലൈഫ് എന്താ പറയുക, കുറെ ആൾക്കാർ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ലൈഫാണ് ബേസിക്കലി ഡു കോണ്ടന്റ്, ബി ആൻ ഓൺടർപ്രണർ and all that. So what is one good thing about that and what is one bad thing about that? ഗുഡ് തിങ് അബൌട്ട് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പുതിയ അറിയാൻ പറ്റും. വി ഗെറ്റ് ടു വർക്ക് വിത്ത് എ ലോട്ട് ഓഫ് ബ്രാൻഡ്സ്. പുതിയ നമ്മളെല്ലാം പണ്ട് ഡ്രീം ചെയ്യുന്ന യുനോ ഏർലിയർ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഐ യൂസ് ടു തിങ്ക് ഈ ബ്രാൻഡ്സിനുള്ള ഒരു സാധനം വാങ്ങിക്കണേ, നമ്മള് കുറെ മാസത്തെ പൈസ
കൂട്ടി വെക്കണം, എന്നിട്ട് വിൽ ബൈ. ഇപ്പൊ വെൻ ഐ ഗെറ്റ് ദ ചാൻസ് ടു വർക്ക് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ബ്രാൻഡ്, ഞാൻ ആ ഒരു മൊമെന്റ് ആലോചിച്ചു. ഞാൻ മോളിൽ കൂടെ പോകുമ്പോൾ, ലുലു മോളിൽ കൂടെ പോകുമ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇത് ഐ കനോട്ട്, അന്നേരം എനിക്ക് ഇല്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല വാങ്ങിക്കാൻ. നൗ ദ ബ്രാൻഡ് വാണ്ട്സ് ടു വർക്ക് വിത്ത് ദം, ഞാൻ അവരോട് വർക്ക് ചെയ്യണം. അതാലോചിക്കുമ്പോൾ ഞാൻ എന്റെ ഗ്രോത്ത് ആണ് ആലോചിക്കുന്നത്. ആ ടൈമിൽ ഞാൻ അത്ര ചിന്തിച്ച് ഇപ്പൊ എനിക്ക് അവരോട് വർക്ക് ചെയ്യാൻ പറ്റുന്നു. ദേ സെൻഡ് മീ പ്രോഡക്ട്സ്. അതൊരിക്കലും ഒരു എന്താ പറയാ, ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ലൈഫ്. ഏതൊരു ലൈഫ് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു ആൻഡ് വി ഗെറ്റ് ഇറ്റ്, വി തിങ്ക് ദാറ്റ് നമ്മൾ ചിന്തിച്ചൊരു കാര്യം പഠിച്ചോനെ എനിക്ക് കൊണ്ട തന്നില്ലേ. Yeah, ഇറ്റ്സ് just ജസ്റ്റ് like the dream job. ഞാൻ എപ്പോഴും ഇപ്പൊ ഒരു ബ്രാൻഡ് ഞാൻ ഇപ്പൊ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ഒരു കാര്യമാണ്, ഞാൻ നാട്ടിലുള്ള സമയത്ത് ഇങ്ങനെ തളർന്നു പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, എന്താല്ലേ. ആൻഡ് എന്റെ കൂടെ ഉള്ളവർ ചിലപ്പോൾ എന്റെ കോളേജിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന, അവരെ കയ്യിൽ പൈസ ഉണ്ടാവും, അവരത് വാങ്ങിക്കുമ്പോൾ പോലും ഐ വോണ്ട് ബി ഏബിൾ ടു. ഞാൻ പറയും എന്റെ അടുത്തില്ല, ഇപ്മാസ് എന്റെ അടുത്ത് ഉണ്ടാവില്ല. സോ നൗ ഐ ഗെറ്റ് ടു വർക്ക് വിത്ത് ദാറ്റ് ബ്രാൻഡ്. ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് എ ഗ്രോത്ത് ആൻഡ് ഐ ഡിസേർവ് ഇറ്റ്, ഐ വർക്ക് ഫോർ ഇറ്റ്, ഐ ഏൺഡ് ഇറ്റ്, അങ്ങനെ പറയാൻ പറ്റും എനിക്ക്. ദാറ്റ്സ് വൺ തിങ്, we get to work with brands. പിന്നെ അല്ല, രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇറ്റ് ഗിവ്സ് us a lot of happiness. ഒരുപാട് ആൾക്കാർ നല്ലത് പറയുമ്പോൾ, ചെയ്യുന്ന ഒരു വർക്കിനെ അപ്രീസിയേഷൻ, ഒരുപാട് ആൾക്കാരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പലരും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, യെസ്, പബ്ലിക്കലി ഒരു കമന്റ്, നല്ലൊരു കമന്റ് വരുമ്പോൾ വി ഫീൽ ലൈക്ക് നമ്മൾ ചെയ്യുന്ന വാല്യൂ, വർക്ക് വാല്യൂ അംഗീകരിക്കുന്നുണ്ടല്ലോ, അതൊരു നല്ല കാര്യമാണ്. ബാഡ് സൈഡ് എന്ന് പറയുന്നത് പലരും കാണുന്നില്ല ഇതിന്റെ ബാക്കിൽ എത്ര എഫേർട്ട് ഉണ്ട് എന്നുള്ളത്. അതൊരു ബാഡ് സൈഡ് ഐ തിങ്ക്. ബീങ് എൻ ഇൻഫ്ലുവൻസർ, ഒരു ബ്ലോഗർ, ഒരു കോണ്ടന്റ് ക്രിയേഷൻ, കോണ്ടന്റ് ക്രിയേറ്റർ എന്തോ ആയിക്കോട്ടെ, അതിന്റെ ബാക്കിൽ നടക്കുന്ന എഫേർട്ട് പലരും അറിയുന്നില്ല. ദേ ഓൺലി സീ ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ പറന്ന് കളിക്കുന്നത്, ഓടി കളിക്കുന്നത്. ദേ ഓൺലി സീ ദാറ്റ് ദെർ ആർ ലോട്ട് ഓഫ് എഫേർട്ട് ബിഹൈൻഡ് ഇറ്റ്. സോ ദാറ്റ്സ് എ ബാഡ് തിങ്. പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് മാത്രമല്ല, ഏതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലും വന്നിട്ട് നമ്മൾ പബ്ലിക്കലി ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ അംഗീകരിക്കണം. ക്രിറ്റിസിസം നല്ല രീതിയിലും വരും, ചീത്ത രീതിയിൽ വരും. ചീത്ത വായിൽ തോന്നി എന്തും പറയുന്ന ആൾക്കാരുണ്ടാവുമ്പോൾ അതും ഒരു ബാഡ് സൈഡ് ആയിട്ട് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്. Okay, awesome. So അങ്ങനെയാണെങ്കിൽ I have one final question. Okay, and the That's question it, is, ഫൈനൽ ക്വസ്റ്റ്യൻ ആയി എത്ര പെട്ടെന്ന്. ഇനി സംസാരിക്കാൻ തന്നെ നമുക്ക് സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. But still, to just respect your time. The first, like the last question, not the first question, the last question is basically, എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. In the sense, imagine you have ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും നിങ്ങളുടെ മുമ്പിലുണ്ടെന്നായിരിക്കാം, ലൈക്ക് എല്ലാവരും ഉണ്ട്, ലൈക്ക് all this 8 billion people, they're all in front of you. Okay, നിങ്ങളോട് ഒരു 3 കാര്യം, like that's something that you have learned on this journey of beautiful life, that you have learned, that you want to share with them. അങ്ങനെ ചോദിച്ചാൽ what would be those 3 things that you will share with them? Okay, I'll tell you. ഒന്ന് ഫാമിലി എന്നുള്ളതാണ്. ഈ പാരന്റ്സിനെ നമ്മൾ ഏജ് കഴിയുന്തോറും നമ്മൾ അവരുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് കൂടും, വിളിക്കാനുള്ള സമയം കുറയും, അവരെ കാണാനുള്ള ചാൻസസ് കുറയും. അപ്പം അവർക്ക് ഈ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാം. ഉപ്പ ഉമ്മ, അത് കഴിഞ്ഞിട്ടായിരിക്കണം ബാക്കി എന്തും. എന്റെ കേസാണ് ഞാൻ പറയുന്നത്, ബാക്കിയുള്ളവർക്ക് പല അഭിപ്രായം ഉണ്ടാവും. അപ്പോ എത്ര തിരക്കിപ്പെട്ടാലും ദിവസം ഒരു 10-15 മിനിറ്റ് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സുഖം ഇസ് ഡിഫറെന്റ്. നമ്മളെ കാത്തിട്ടാണ് ഉപ്പയമ്മ അവിടെ നിൽക്കുന്നത്. അപ്പോ എന്റെ ഏജിലുള്ള ആരോടും, എന്റെ ഇളയ ആൾക്കാരോടും, അല്ലെങ്കിൽ പുറത്തു പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആരായാലും, നമുക്ക് കൂടെ പാരന്റ്സ് അടുത്തില്ലെങ്കിൽ നിങ്ങളെ കിട്ടുന്ന കുറച്ച് സമയം നിങ്ങൾ അവർക്ക് കൊടുക്കുക. പിന്നെ ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ മടി കാണിക്കാണ്ടോ, അല്ലെ വെറുപ്പ് മുഖം കാണിക്കാണ്ടും ചെയ്തു കൊടുക്കുക. ഞാൻ ഒരുപാട് പ്രാവശ്യം എന്റെ സ്ട്രെസ് ഉള്ള സമയത്തോ, അല്ലെ വർക്ക് കൂടുന്ന സമയത്തോ, ഉപ്പാനോടും ഉമ്മാനോട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഞാൻ ഇപ്പൊ അത് റിഗ്രറ്റ് ചെയ്യുന്നു. എന്തിനാ ഞാൻ ഇത്ര ഓവർലോഡ് എടുത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഞാൻ മാറി നിൽക്കുന്നത്, ഞാൻ അവരടുത്ത് സ്പെൻഡ് ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഇവിടെയാണ്, നാട്ടിൽ പോകണം കാണണമെങ്കിൽ. അപ്പൊ ദിവസവും കുറച്ച് സമയം പാരന്റ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ ഡിഫിക്കൽട്ട് ടൈംസിൽ കൂടെ നിൽക്കുക. ഏജ് കൂടുകയാണ്, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഓരോ ദിവസം കഴിയുന്നോറും നമ്മൾ ആരായിക്കോട്ടെ, ഉപ്പയമ്മയായിക്കോട്ടെ നമ്മളായിക്കോട്ടെ, നമ്മൾ കൂടെ ജീവിക്കുന്ന സമയം കുറഞ്ഞു വരികയാണ്. എല്ലാവരും ഒരു ദിവസം മരിക്കും. സോ ദിവസവും മനസ്സിൽ കാണുന്നതാണ്. എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഉമ്മാനെ വിളിച്ച് സംസാരിച്ചാൽ എന്റെ മനസ്സിലുള്ള സമാധാനം കിട്ടും, അല്ലെ പപ്പാനെ വിളിച്ച് സംസാരിച്ചാൽ സമാധാനം കിട്ടും. സോ ദാറ്റ്സ് വൺ തിങ്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് സമയം എന്നുള്ളതാണ്. സമയം എല്ലാവർക്കും 24 മണിക്കൂറാണ് പഠിച്ചു തന്ന ഒരു ദിവസം. നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. കുറെ നേരം തിങ്ക് ചെയ്തിട്ട് ഒരു സാധനം തന്നെ ഇരിക്കാണ്ട് ഡേ പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് മോർണിംഗ് റുട്ടീൻ നന്നാക്കാം, ദിവസവും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അല്ലെ ഇപ്പം റുട്ടീൻ തന്നെ നമുക്കൊന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ വേറെ പല രീതിയിലും നമുക്ക് ഒരുപാട് സമയം കിട്ടിയ പോലെ തോന്നും.
പിന്നെ ഞാൻ മനസ്സിലാക്കിയ മൂന്നാമത്തെ കാര്യം ഫോണിന്റെ യൂസേജ് ആണ്. എന്നെ ഒരുപാട് കാര്യത്തിൽ എനിക്ക് പല ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചതും ഫോണിലുള്ള എന്റെ യൂസ് കാരണമാണ്. ഓക്കെ, അത് നമുക്കിപ്പം അഡിക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഫോൺ എനിക്ക് ഭക്ഷണം കഴിക്കണ എന്റെ പ്ലേറ്റിന്റെ ഇപ്പുറത്ത് എനിക്ക് ഫോൺ വേണം. പല്ല് തേക്കണമെങ്കിൽ എനിക്ക് വാഷ് ബേസിന്റെ അടുത്ത് എന്റെ ഫോൺ വേണം. കിച്ചണിൽ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്യാസിന്റെ സ്റ്റവിന്റെ അടുത്ത് എനിക്ക് ഫോൺ വേണം. അങ്ങനെ ആയിരുന്നു ഞാൻ. ബട്ട് ഐ ഹാവ് ചേഞ്ച്ഡ് ഇറ്റ്. ഒരു ലിമിറ്റ് വരെ എനിക്കത് ചെയ്യും. കാരണം എനിക്ക് അറിയുന്നില്ല എവിടെ എന്റെ സമയം പോകുന്നതെന്നുള്ളത്. സോ ഫോൺ അഡിക്ഷൻ, നിങ്ങൾ ഫോണിൽ അഡിക്ട് ചെയ്തിട്ടുള്ള അഡിക്ഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഐ തിങ്ക് യു ഷുഡ്, ഇറ്റ്സ് ഹൈ ടൈം യു സ്റ്റോപ്പ് ഇറ്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എന്റെ സ്ക്രീൻ ടൈം ഒക്കെ നോക്കുമ്പോൾ 12 മണിക്കൂറൊക്കെ. 12 മണിക്കൂർ ഉറങ്ങും, 12 മണിക്കൂർ ഫോണിൽ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ? ഇമാജിൻ നൗ ഐ ഹാവ് റെഡ്യൂസ് ടു 4 hours a day. സോ ഇപ്പൊ ഫോൺ 4 hours ഞാൻ വെക്കുള്ളൂ. ഞാൻ എനിക്കൊരു ചെറിയൊരു ടാസ്ക് ചെയ്യണമെങ്കിൽ പോലും ഞാൻ 10 മിനിറ്റ് അലാറം വെക്കും. 10 മിനിറ്റ് അലാറം വെച്ച് കഴിഞ്ഞിട്ട് ആ 10 മിനിറ്റിൽ ഞാൻ ഫിനിഷ് ചെയ്യും. സോ ഐ കീപ് ഡെഡ് ലൈൻസ് ഫോർ എവറിഥിങ്. ആൻഡ് ഫോൺ അഡിക്ഷൻ ഐ ഹാവ് സ്റ്റോപ്ഡ് ഇറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ എന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ദീസ് 3 things ഐ തിങ്ക് ഈ ലോങ് റണ്ണിൽ ഞാൻ മനസ്സിലാക്കിയ 3 കാര്യങ്ങളാണ്. ആൻഡ് ഐ ആഡ് വൺ മോർ തിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അവരെ സ്പേസ് കൊടുക്കുക, എല്ലാവർക്കും അതിൻ്റെതായ ഫ്രീഡം കൊടുക്കുക. അവരും പറയട്ടെ, മറ്റുള്ളവരെ ലിസൺ ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മൾ കൊടുക്കണം. ഏറ്റവും ഒരാളെ നന്നാക്കുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിന് നമ്മൾ ചെവി കൊടുക്കുക എന്നുള്ളതാണ്. അവരും പറയട്ടെ, നമ്മൾ മാത്രം പറഞ്ഞ ലോകം മുന്നോട്ട് നല്ലോണം പോകില്ല. എല്ലാവരും കേൾക്കുക, എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ബി ദ ലൈക്ക് ഒരു റൂമിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ യു ഷുഡ് ബി ദ ലാസ്റ്റ് പേഴ്സൺ യു ഷുഡ് സ്പീക്ക് എന്നുള്ളത്. എല്ലാവരും പറഞ്ഞിട്ട് കേൾക്കാനുള്ള മനസ്സ് കൊടുക്കുക. പലർക്കും അതില്ല. ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ അതാണ് ശരി, എന്നെ എല്ലാവരും സ്നേഹിക്കണം, അതൊന്നും നടക്കില്ല ഇവിടെ. ഇത് എല്ലാവർക്കും ഉള്ള ലോകമാണ്. സോ ദിസ് ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ്. ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ ദ സെൻസ്, ഒരു 60 മേലെ പ്രായമുള്ള ഒരാള്, ഐ ജസ്റ്റ് ഒരു 2 മണിക്കൂറോളം ഐ ജസ്റ്റ് സിംപ്ലി സാറ്റ് ആൻഡ് ലിസൺ ടു ദാറ്റ് പേഴ്സൺ ആൻഡ് ഹി ആക്ച്വലി ഗേവ് മീ ലൈക്ക് ആൻ എക്സ്പീരിയൻസ് ഓഫ് മൈ ലൈഫ് ഫോർ ഫ്രീ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് ബിക്കോസ് ഹി ടോൾഡ് മീ ഒരു 15 വർഷത്തിനിടയിൽ നോബഡി ലിസൺ ടു മീ എന്നുള്ളതാണ്. And that is always just with me. One final question, okay, in that case. No problem, no like, problem. Okay, like ഒരുപാട് കാര്യങ്ങൾ, as I said, there is a lot of accomplishment that you can just be very proud of, right? And obviously it's been a very hell of a journey എന്ന് വേണമെങ്കിൽ പറയാം, right, for you, as from what you have said. In that case, ഇതിലുള്ള like what is the biggest achievement that you think that you have made, accomplishment that you have made? And also on the other side, on the flip side of the coin, what is the biggest maybe regret that you have? അച്ചീവ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഐ കുഡ് ഏൺ. ഒരു ചെറിയ ഏജിൽ തന്നെ എനിക്ക് എന്റെ കഴിവ് വെച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം വെച്ചിട്ട്, പാഷൻ വെച്ചിട്ട് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരൊറ്റ ഫാക്ടറിനാണ് എന്നെ ഇത്രയും എത്തിച്ചത്. അപ്പൊ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കിതുണ്ട്, എനിക്കത് ചെയ്യണം. ഒരു സ്റ്റെപ്പ് ഒരു കൊല്ലം കഴിഞ്ഞൂറ് എനിക്ക് കൂടണം എന്ന് മാത്രം ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ഏർലിയർ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2014 ഞാൻ ഉണ്ടാക്കിയ ഒരു കാർഡിന്റെ ഫോട്ടോ വെറുതെ ഇട്ടിച്ച. ഏർലിയർ എനിക്ക് 200-300 ഫോളോവേഴ്സ്. എന്റെ ക്ലോസ് ആയിട്ടുള്ള പ്ലസ് ടു കഴിഞ്ഞപാട് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുന്നതിന് മുന്നെയാണ് ഞാൻ ആ ഒരു ഗ്യാപ്പിലായിരുന്നു തുടങ്ങിയത്. അപ്പൊ കൂടുതൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യടാ, എന്റെ പുതിയ പേജ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു അക്കൗണ്ടാ. 200 ഞാനിപ്പോ 2 ലക്ഷത്തിലേക്ക് എത്തിയത് ഒരു ജേണിയാണിത്. ഇറ്റ്സ് നെവർ അബൌട്ട് ദ നമ്പർ അല്ലേ ഞാൻ പറയുന്നത്. ബട്ട് അതൊക്കെ ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടും എന്റെ ഗ്രോത്ത് കണ്ടിട്ടും എന്റെ കൂടെ നിൽക്കുന്ന ആ 7 കൊല്ലം എന്റെ കൂടെ നിൽക്കുമ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ആലോചിക്കുക. അവരെപ്പോഴും ഞാൻ അയക്കുമ്പോ, സന നിന്റെ ഗ്രോത്ത്, സന നീ എവിടുന്നാ വന്നേ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ എക്സ്ട്രാ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വാട്ട്. അപ്പോ എന്തായാലും നമ്മൾ പറഞ്ഞേ, ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ്. സോ ഐ കുഡ് ഏണിംഗും പാരന്റ്സിനെ നോക്കാൻ പറ്റുന്നുള്ളതും എന്റെ ലൈഫിൽ ഞാൻ നേടിയെടുത്ത വലിയൊരു ചെറിയ ഏജിൽ നിന്നേ എല്ലാവരും ഏൺ ചെയ്യുന്നുണ്ട്, എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നുള്ളതും പപ്പാനെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളതും അതൊക്കെ ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഞാൻ കാണുന്നു. അഗൈൻ ഒരുപാട് പേരുണ്ടാവും, ബട്ട് എന്റെ ഫേസിൽ അത് ഇറ്റ് വാസ് ഡിഫറെന്റ്. ഞാൻ മെന്റലി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാള്. എനിക്ക് ഭയങ്കര ആൻഡ് ഐ വാസ് ഡയഗ്നോസ് വിത്ത് ഡിപ്രഷൻ 2018. ഐ വാസ് നോട്ട് നോർമൽ. ആ ടൈമിന് ഒബ്സഷൻ ആയിരുന്നു എന്റെ പ്രശ്നം. സോ ഒരു കാര്യം തന്നെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാലിക്കറ്റിലെ ബേബിയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഐ ഹാഡ് ടു ടേക്ക് സം മെഡിസിൻസ് ഓൾസോ ആ ടൈമിന്. ബട്ട് ഐ ഹാഡ് ടു സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ അതിൽ തന്നെ ഡിപ്പെൻഡ് ആയിപ്പോയി. എളുപ്പമായിരുന്നില്ല ആ ഒരു ഫേസ്. സ്റ്റിൽ യെറ്റ്
I could do a lot of things. അത് എന്റെ ലൈഫിൽ ഞാൻ തളരുമ്പോൾ ഞാൻ ആലോചിക്കുന്ന നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഞാൻ ആ ഒരു ഫേസിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ലേ. മനസ്സ് നല്ലല്ലാത്ത ടൈമിലും I could do a lot of things. That's huge, I think. And that's one achievement എന്ന് പറയാൻ പറ്റില്ല. അച്ചീവ്മെന്റ്സ് പറയുമ്പോൾ I could do പല പ്ലാറ്റ്ഫോംസും ഇന്റർനാഷണൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ എനിക്കൊരു ഭാഗമാവാൻ പറ്റി, ടെഡെക്സിൽ സംസാരിക്കാൻ പറ്റി. ആൻഡ് റീസെന്റ് I was featured in Malala Fund. അപ്പം ദുബായിൽ മലാല വന്നപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഞാൻ എന്നിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടും ഞാൻ ആ പബ്ലിക്ലി അത് ഇട്ടത് കൊണ്ടാണ് അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുക, അത്രയും വലിയൊരാളായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ അച്ചീവ്മെന്റ് സൈഡ് നോക്കുമ്പോൾ അങ്ങനെ. പിന്നെ റിഗ്രറ്റ് എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് റിഗ്രറ്റ്, ബട്ട് ചില ടൈമിന് ഐ ഫീൽ കോളേജിൽ പഠിച്ച 4 കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ചത് എനിക്ക് നല്ലത് മാത്രമേ തന്നിട്ടുള്ളൂ. ബട്ട് ഐ തിങ്ക് ആ 4 കൊല്ലം ഞാൻ വേറൊരു കോഴ്സ് ചെയ്യായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ വേറെ നോളജ്, എനിക്കിപ്പോ യൂസ് ചെയ്യാൻ പറ്റിയൊരു നോളജ് എനിക്ക് കിട്ടുമായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് എനിക്ക് എല്ലാം കിട്ടിയത്, നല്ല നല്ല ഫ്രണ്ട്സിനെയും റിലേഷൻഷിപ്പിനെയും പിന്നെന്താ പറയാ ടൈം മാനേജ് ചെയ്യാൻ പഠിച്ചതും ഒക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ബട്ട് യെറ്റ് ഐ തിങ്ക് ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ അക്കാഡമിക്സ് വൈസ് നോക്കുമ്പോൾ ആ 4 കൊല്ലം ഞാൻ പ്രൊഡക്റ്റീവായിട്ട് വേറൊരു നല്ല എന്റെ ഡിസൈനിങ് ആയിട്ടുള്ള ഒരു കോഴ്സിൽ എന്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പം വേറെ കുറെ കാര്യങ്ങൾ അറിയായിരുന്നു. സോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ കോഴ്സസ് എടുത്ത് പഠിക്കുന്നു, സ്കിൽ ഷെയറിലും അവിടെ ഇവിടെയൊക്കെ പഠിച്ചിട്ട് ഞാൻ നേടിയെടുക്കുകയാണ്. അപ്പൊ എന്റെ എക്സ്ട്രാ ടൈം അതിന് പോകും. ബട്ട് ഐ തിങ്ക് ആ ടൈം ഞാൻ വൈസായിട്ട് ചൂസ് ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ എനിക്ക് നേടാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. ഇറ്റ്സ് നെവർ എ റിഗ്രറ്റ്, ബട്ട് ഐ തിങ്ക് യെസ്, ഐ തിങ്ക് ഐ കുഡ് ഹാവ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാണ്. Yeah, I can completely feel you. And I didn't know that, like, even I had a phase where I had to, like, therapy even I had a phase. And after that is when I started content creation, because I wanted to speak about it. And അതായിരുന്നു എൻ്റെ ഒരു മോട്ടീവ് എന്നുള്ളത്. And also when you said about engineering, same, I think most of the engineers ഇത് എല്ലാവർക്കും ഉള്ളതാണ് ഒരു സംഭവം. When they start living their own life, out of that ആ ഒരു ഇതിന്റെ പുറത്ത് ജീവിക്കുന്ന സമയത്ത് they think, okay, maybe that 4 years that gave us a lot of things, but still could have been better എന്നുള്ള ഒരു ഓപ്ഷൻ, like ഒരു തോട്ട് എല്ലാവർക്കും വരുന്നതാണ്, I think. Yeah. So that's awesome. That's really indeed beautiful. Great talking to you. And obviously, it's been like kuറെ കാര്യങ്ങൾ I'll take home personally, and I think that a lot of us who's listening to this, who's watching this, will also take this. And there is a lot more power that I wish to you, and a lot more things, success, blessings, and everything that comes your way. Because again, as I said, you're someone who was always there in my bucket list to actually sit and speak, and it finally happened. Dude, I'm very happy. And As again, you, I wish you very best. എല്ലാ ഈ ഒരു ഷോ ഇനിയും സക്സസ് ആവട്ടെ, നല്ല നല്ല ഗസ്റ്റിനെ, ഒരുപാട് വലിയ വലിയ ആൾക്കാരെ റിസ്വാന് കൊണ്ടുവരാൻ പറ്റട്ടെ ഈ ഒരു ഷോയില്. Thank you so much. Yeah. So that's it basically. So thank you so much, Sanata, aka Zannist, and thank you so much for being here. It's an amazing experience for me, and I think obviously it will help a lot of people as well. So looking forward to knowing you, learning a lot of things from you, and seeing you in the highest of successes as well. So thank you so much. Thanks to you, chance തന്നതിന്. I hope ഈ ഒരു വീഡിയോ നല്ല അടിപൊളിയായിട്ട് വരട്ടെ. I look forward to it. മലയാളി പറക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. Bye. Take care. Bye-bye.